റോട്ടറി ഇന്റർനാഷണൽ സോണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായി സംഗീത സന്ധ്യയും മരുന്ന് വിതരണവും കൊട്ടാരക്കര കലയപുരം ആശ്രയ സങ്കേതത്തിൽ നടന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ വരുന്നത്. അപ്പം എനിക്കിവിടെ വീണ്ടും വരുവാനും നിങ്ങളെ എല്ലാവരെയും കാണുവാനുമുള്ള ഒരു അവസരം തന്നതിന് ഈ റോട്ടറി ക്ലബ്ബ് പത്തനാപുരവും റോട്ടറി ക്ലബ്ബ് കൊട്ടിയത്തിനോടും പ്രത്യേകിച്ച് കലയപുരം ജോസ് സാറിനോടും ഉള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു. കാരണം എപ്പോൾ ഇവിടെ വന്നാലും ഒരു സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ് ഇവിടെ. കാരണം നിങ്ങളോടൊത്ത് അത് ഗാനസന്ധ്യ ആയാലും മെഡിക്കൽ ക്യാമ്പായാലും എന്ത് തന്നെയാണെങ്കിലും എന്ത് പ്രോഗ്രാം ആണെങ്കിലും അല്പനേരം നിങ്ങളുടെ കൂടെ ചെലവഴിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പാട്ടൊക്കെ പാടി ഒരു സന്ധ്യ സന്തോഷപൂർവ്വം ചെലവഴിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം നമ്മളെല്ലാവരും പരിചിതരാണ്, നമ്മൾ അപരിചിതരൊന്നുമല്ല. അതുകൊണ്ട് പരിചയപ്പെടുത്തലിൻ്റെയോ ഔപചാരികതയുടെയോ ഒന്നും ആവശ്യമില്ല. റോട്ടറി ക്ലബിൻ്റെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഒരു ഗാനസന്ധ്യ ശരത്കാല സന്ധ്യ പാടി വന്നു. നമ്മളിവിടെ വിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി നിത്യത ഒരുക്കിയിട്ടുണ്ട്. നിത്യസന്തോഷം. സന്തോഷമാണോ? ഹാപ്പിയാണോ? നിങ്ങൾക്ക് ആണോ? അത് കൈയടിച്ചെന്ന്. അതുകൊണ്ട് ഈ ലോകത്ത് ആരും വലിയവരില്ല ചെറിയവരില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. എല്ലാവരും നാളെ ഒരു പക്ഷെ ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസിയായി നിൽക്കും. ഇപ്പം മൈക്ക് വെച്ച് പാട്ടൊക്കെ പാടുന്ന ഒരാളെ നാളെ എനിക്കിവിടെ ഒരു കസേര അല്ലെങ്കിൽ കട്ടിൽ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടാവും. നമുക്കറിയാൻ പറ്റത്തില്ല. അതായാലും നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ദുഃഖത്തിൻ്റെ പാനപത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടില്ല, അല്ലേ? അപ്പൊ നമുക്ക് ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സന്ദർഭത്തെ, ഈ സാഹചര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് ദൈവത്തിനെ സ്തുതിക്കണം. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ദൈവം നമ്മുടെ ഓരോ ഇടത്താക്കുന്നത്. ഒരു കടലിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്, പല വലിപ്പമുള്ളത്, രൂപമുള്ളത്, നിറമുള്ളത്. പക്ഷേ അതും കടലിലാണ്, ദൈവത്തിൻ്റെ കൺമുൻപിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ
അതൊക്കെ പോയിട്ട് കുട്ടി ഏത് നാട്ടുകാരില്ല എങ്ങനെ ഇവിടെ എന്റെ നാട് കുറച്ചകലെയാണ്. ആരോരുമില്ലാത്ത പോലെ അനാഥയാണ് ഞാൻ. ഈ കുഞ്ഞിൻ്റെ അതെ ഞാൻ പ്രസവിച്ചതാണ്. പക്ഷെ അതിനെ കൂടി കൊല്ലണമെന്ന് തോന്നി. അത് നന്നായി. ഒന്നിനെയും കൊല്ലാൻ നമുക്ക് അവകാശമില്ല. കുഞ്ഞിനെടുത്തു എന്റെ ഭഗത്തിലേക്ക് പോകും. ഈ കൊച്ചു പാടത്തിനൊക്കെ അത് ആ കാണുന്നതാണ് എൻ്റെ ഭഗവൻ. അവിടെ ചെന്നിട്ട് കൂടുതൽ സംസാരിക്കും. ഒന്നും ഭയക്കണ്ട. കുഞ്ഞിനെ എടുക്കുന്ന അവൾ എല്ലാം മറന്ന് അദ്ദേഹത്തെ നോക്കി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കഥ ഇവിടെ പൂർത്തിയായി. ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ വരുന്നത്. അപ്പം എനിക്കിവിടെ വീണ്ടും വരുവാനും നിങ്ങളെ എല്ലാവരെയും കാണുവാനുമുള്ള ഒരു അവസരം തന്നതിന് ഈ റോട്ടറി ക്ലബ്ബ് പത്തനാപുരവും റോട്ടറി ക്ലബ്ബ് കൊട്ടിയത്തിനോടും പ്രത്യേകിച്ച് കലേപുരം ജോസ് സാറിനോടും ഉള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു. കാരണം എപ്പോൾ ഇവിടെ വന്നാലും ഒരു സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ് ഇവിടെ. കാരണം നിങ്ങളോടൊത്ത് അത് ഗാനസന്ധ്യ ആയാലും മെഡിക്കൽ ക്യാമ്പായാലും എന്ത് തന്നെയാണെങ്കിലും എന്ത് പ്രോഗ്രാം ആണെങ്കിലും അല്പനേരം നിങ്ങളുടെ കൂടെ ചെലവഴിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പാട്ടൊക്കെ പാടി ഒരു സന്ധ്യ സന്തോഷപൂർവ്വം ചെലവഴിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം നമ്മളെല്ലാവരും പരിചിതരാണ്. നമ്മൾ അപരിചിതരൊന്നുമല്ല. അതുകൊണ്ട് പരിചയപ്പെടുത്തലിൻ്റെയോ ഔപചാരികതയുടെയോ ഒന്നും ആവശ്യമില്ല. റോട്ടറി ക്ലബിൻ്റെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഒരു ഗാനസന്ധ്യ ശരത്കാല സന്ധ്യ പാടി നമ്മളിവിടം വിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി നിത്യത ഒരുക്കിയിട്ടുണ്ട്. നിത്യസന്തോഷം. സന്തോഷമാണോ? ഹാപ്പിയാണോ? നിങ്ങൾക്ക് ആണോ? അത് കൈയടിച്ചെന്ന്. അതുകൊണ്ട് ഈ ലോകത്ത് ആരും വലിയവരില്ല ചെറിയവരില്ല. ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. എല്ലാവരും നാളെ ഒരു പക്ഷെ ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസിയായി നിൽക്കും. ഇപ്പൊ മൈക്ക് വെച്ച് പാട്ടൊക്കെ പാടുന്ന ഒരാളെ നാളെ എനിക്ക് ഇവിടെ ഒരു കസേര അല്ലെങ്കിൽ കട്ടിൽ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടാവും. നമുക്കറിയാൻ പറ്റത്തില്ല. അതായാലും നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ദുഃഖത്തിന്റെ പാനപത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടില്ല അല്ലേ? അപ്പൊ നമുക്ക് ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സന്ദർഭത്തെ, ഈ സാഹചര്യത്തെ കുറിച്ച് ഓർത്തിട്ട് ദൈവത്തിനെ സ്തുതിക്കണം. കാരണം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ദൈവം നമ്മുടെ ഓരോ ഇടത്താക്കുന്നത്. ഒരു കടലിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്, പല വലിപ്പമുള്ളത്, രൂപമുള്ളത്, നിറമുള്ളത്. പക്ഷേ അതും കടലിലാണ്, ദൈവത്തിന്റെ കൺമുൻപിലാണ്. ഓക്കെ അല്ലേ? അപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ വരുന്നത്. അപ്പം
എനിക്കിവിടെ വീണ്ടും വരുവാനും നിങ്ങളെ എല്ലാവരെയും കാണുവാനുമുള്ള ഒരു അവസരം തന്നതിന് ഈ റോട്ടറി ക്ലബ്ബ് പത്തനാപുരവും റോട്ടറി ക്ലബ്ബ് കൊട്ടിയത്തിനോടും പ്രത്യേകിച്ച് കലേപുരം ജോസ് സാറിനോടും ഉള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു. കാരണം എപ്പോൾ ഇവിടെ വന്നാലും ഒരു സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ് ഇവിടെ. കാരണം നിങ്ങളോടൊത്ത് അത് ഗാനസന്ധ്യ ആയാലും മെഡിക്കൽ ക്യാമ്പായാലും എന്ത് തന്നെയാണെങ്കിലും എന്ത് പ്രോഗ്രാം ആണെങ്കിലും അല്പനേരം നിങ്ങളുടെ കൂടെ ചെലവഴിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പാട്ടൊക്കെ പാടി ഒരു സന്ധ്യ സന്തോഷപൂർവ്വം ചെലവഴിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം നമ്മളെല്ലാവരും പരിചിതരാണ്, നമ്മൾ അപരിചിതരൊന്നുമല്ല. അതുകൊണ്ട് പരിചയപ്പെടുത്തലിൻ്റെയോ ഔപചാരികതയുടെയോ ഒന്നും ആവശ്യമില്ല. റോട്ടറി ക്ലബിൻ്റെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഒരു ഗാനസന്ധ്യ ശരത്കാല സന്ധ്യ പാടി നമ്മളിവിടം വിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി നിത്യത ഒരുക്കിയിട്ടുണ്ട്. നിത്യസന്തോഷം. സന്തോഷമാണോ? ഹാപ്പിയാണോ? നിങ്ങൾക്ക് ആണോ? അത് കൈയടിച്ചെന്ന്. അതുകൊണ്ട് ഈ ലോകത്ത് ആരും വലിയവരില്ല ചെറിയവരില്ല. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. എല്ലാവരും നാളെ ഒരു പക്ഷെ ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസിയായി നിൽക്കും. ഇപ്പൊ മൈക്ക് വെച്ച് പാട്ടൊക്കെ പാടുന്ന ഒരാളെ നാളെ എനിക്കിവിടെ ഒരു കസേര അല്ലെങ്കിൽ കട്ടിൽ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടാവും. നമുക്കറിയാൻ പറ്റത്തില്ല. അതായാലും നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ദുഃഖത്തിന്റെ പാനപത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടില്ല, അല്ലേ? അപ്പൊ നമുക്ക് ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സന്ദർഭത്തെ, ഈ സാഹചര്യത്തെ കുറിച്ച് ഓർത്തിട്ട് ദൈവത്തിനെ സ്തുതിക്കണം. കാരണം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ദൈവം നമ്മളെ ഓരോ ഇടത്താക്കുന്നത്. ഒരു കടലിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്, പല വലിപ്പമുള്ളത്, രൂപമുള്ളത്, നിറമുള്ളത്. പക്ഷേ അതും കടലിലാണ്, ദൈവത്തിന്റെ കൺമുമ്പിലാണ്. ഓക്കെ അല്ലേ?